അള്ളാഹു ഏൽപ്പിച്ച ദൗത്യത്തിലായിരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ അന്യായമായി കൊന്നവരെക്കുറിച്ച് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. സൂറത്ത് അൽ ബക്ര 61, ആലി ഇമ്രാൻ 21, 112. നമുക്ക് നോക്കാം ഏതൊക്കെ പ്രവാചകന്മാരായിരുന്നു അവരുടെ ദൗത്യ നിർവഹണത്തിനിടയിൽ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടത് എന്ന് വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട്. ഖുർആൻ പറയുന്ന ഒരു ഭീകര സത്യമാണിത്. ഖുർആൻ ഒരിക്കലല്ല പല സ്ഥലങ്ങളിലും ഒരേ കുറ്റം ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ അന്യായമായി കൊന്നിരുന്നു എന്ന് അൽ ബക്ര 61 നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഖുർആൻ ഒരു ചരിത്ര സംഭവം പറയുന്നില്ല, ഒരു സ്വഭാവം തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്തായിരുന്നു ആ സ്വഭാവം? സത്യത്തിന് നേരെയുള്ള ഇഷ്ടക്കേട്. രാജാക്കന്മാരുടെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ അവർ വെച്ചേക്കില്ല എന്നുള്ള ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു നിലപാട്. മതം സ്വന്തം ആഗ്രഹങ്ങൾ അനുസരിച്ച് ആയിരിക്കണമെന്ന അധികാരികളുടെ ആവശ്യങ്ങൾ. അങ്ങനെ വന്നാൽ പ്രവാചകനെയും കൊല്ലാൻ അവർ മടിച്ചില്ല. കൊല്ലപ്പെട്ട പ്രവാചകന്മാരിൽ ഏറ്റവും വ്യക്തമായ പേര് പ്രവാചകൻ യഹിയ അലൈഹിസ്സലാമിൻ്റെ ആയിരുന്നു. യഹിയ അലൈഹിസ്സലാം സക്കരിയ അലൈഹിസ്സലാമിൻ്റെ മകനായിരുന്നു. അത്യന്തം ശുദ്ധനും സത്യസന്ധനും രാജാവിൻ്റെ മുന്നിൽ പോലും സത്യം പറഞ്ഞ പ്രവാചകനുമായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബനി ഇസ്രായേലിലെ ഒരു രാജാവ് തൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചു. ഇത് ഹറാമാണെന്ന് യഹിയ തുറന്നു പറഞ്ഞു. സത്യം രാജാവിന് സഹിച്ചില്ല. അത് പിന്നെ കൊലപാതകത്തിൽ കലാശിച്ചു. യഹിയ അലൈഹിസ്സലാമിനെ പിടിച്ചു തല വെട്ടിക്കൊന്നു. തല ഒരു തലികയിൽ വെച്ച് സ്ത്രീകൾക്ക് സമ്മാനമായി നൽകി. ഇത് കേവലം കഥയല്ല, ഹദീസ് ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും ശക്തമായി പറയുന്നത്. യഹിയ അലൈഹിസ്സലാം പ്രവാചകനും ഷഹീദും സത്യത്തിൻ്റെ പ്രതീകവുമായി കണക്കാക്കപ്പെടുന്നു. പ്രവാചകൻ സക്കരിയ അലൈഹിസ്സലാം അതീവ വേദനാജനകമായ ഒരു സംഭവമായിരുന്നു. സക്കരിയ അലൈഹിസ്സലാമയുടെ കുറ്റം എന്താണ്? യഹിയ അലൈഹിസ്സലാമയുടെ പിതാവായിരുന്നു. മകനെ കൊല്ലാൻ ശ്രമിച്ചവരെ എതിർത്തു. ജനങ്ങളെ സത്യത്തിലേക്ക് വിളിച്ചു. അവരെന്ത് ചെയ്തു? സക്കരിയ ഓടി ഒളിച്ചു. ഒരു മരത്തിനുള്ളിൽ അള്ളാഹു ഒളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മോജിസത്തായിരുന്നു അത്. എന്നാൽ ഷെയ്ത്താൻ ശത്രുക്കളെ വിവരമറിയിച്ചു. അവർ മരം രണ്ടായി വെട്ടിമുറിച്ചു. അതോടൊപ്പം പ്രവാചകനെയും കൊന്നുകളഞ്ഞു. ഖുർആൻ ഇതിനെ നേരിട്ട് പറയുന്നില്ല, പക്ഷേ തഫ്സീറുകളിൽ ഇത് വ്യക്തമാണ്. അവർ പല പ്രവാചകന്മാരെയും കൊന്നു, പേരില്ലാത്ത ഷഹീദുകൾ. ഖുർആൻ പറയുന്ന ഒരു അതിശയകരമായ വാക്കിതാണ്, അവർ പ്രവാചകന്മാരെ കൊന്നിരുന്നു. പ്രവാചകന്മാരെ എന്ന് പറയുമ്പോൾ അത് ബഹുവചനമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, യഹിയയും സക്കരിയയും മാത്രമല്ല, പേരറിയാത്ത അനേകം പ്രവാചകന്മാരെ അവർ കൊന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രത്തിൽ മറഞ്ഞുപോയ അനവധി ഷഹീദുകൾ. കാരണം ഓരോ കാലത്തും അനീതിക്കെതിരെ ശബ്ദമുയർന്നപ്പോഴെല്ലാം ആ ശബ്ദങ്ങളെയെല്ലാം അവർ വാളുകൊണ്ടാണ് ഇല്ലാതാക്കിയിരുന്നത്. അധികാരികൾ ആദ്യം അടിച്ചമർത്തിയത് പ്രവാചകനെയായിരുന്നു. കൊല്ലാൻ ശ്രമിച്ചു, പക്ഷേ കൊല്ലാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ കൊല്ലാൻ ശ്രമിച്ചു. ക്രൂശിക്കാൻ പദ്ധതിയിട്ടു. പക്ഷേ ഖുർആൻ പറയുന്നു, അവർ അവനെ കൊന്നുമില്ല, ക്രൂശിച്ചുമില്ല. അൻ-നിസാ 157. അള്ളാഹു ഈസ അലൈഹി സ്വലാമിനെ ഉയർത്തിയതായി പറയുന്നു. ശത്രുക്കൾ മറ്റൊരാളെ തെറ്റിദ്ധരിച്ച് പിടിച്ചുകൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതിനാൽ ക്രിസ്ത്യൻ വിശ്വാസം കൊല്ലപ്പെട്ടുവെന്നും ഇസ്ലാം വിശ്വാസത്തിൽ കൊല്ലപ്പെട്ടില്ല എന്നുമാണ്. ഇവിടെ ഒരു ആഴത്തിലുള്ള സന്ദേശം. പ്രവാചകന്മാർ ശക്തരായിരുന്നില്ല, ആയുധങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ സത്യം അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവരെ കൊന്നത് സത്യം വെറുത്തവരായിരുന്നു. അധികാരം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടവരായിരുന്നു. അതിനാൽ പ്രവാചകനെ കൊല്ലുന്നത് സത്യം കൊല്ലാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ ചരിത്രം പറയുന്നു, പ്രവാചകൻ മരിച്ചാലും സത്യം മരിക്കില്ല. എല്ലാ പ്രവാചകരും അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. എന്നാൽ ഇവിടെ ചോദ്യം ബാക്കിയാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു അവരെ രക്ഷിക്കാത്തത്? ഇത് വളരെ ആഴമുള്ള വിശ്വാസത്തെ തൊടുന്ന ചോദ്യമാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. എങ്കിൽ എന്തുകൊണ്ട് അവരെ രക്ഷിച്ചില്ല? ഇതിന് ഇസ്ലാമിൽ വ്യക്തവും സമതുലിതവുമായ മറുപടിയുണ്ട്. ശാന്തമായി ഘട്ടം ഘട്ടമായി നമുക്ക് നോക്കാം. അള്ളാഹു രക്ഷിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നതല്ല, ആദ്യമേ ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ് ഇത്. അള്ളാഹു അവരെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു എന്നല്ല പ്രശ്നം. അത് തെളിയുന്ന ഉദാഹരണങ്ങൾ തന്നെ ഖുർആനിലുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചു. മൂസ അലൈഹി സ്വലാമിനെ കടലിനെ രണ്ടായി പിളർത്തി രക്ഷിക്കുന്നുണ്ട്. യൂനിസ് അലൈഹി സ്വലാമിനെ മീനിൻ്റെ വയറ്റിൽ നിന്നും രക്ഷിക്കുന്നുണ്ട്. ഈസ അലൈഹി സ്വലാമിനെ കൊല്ലപ്പെടുന്നതിൽ നിന്ന് ഉയർത്തി രക്ഷിക്കുന്നുണ്ട്. രക്ഷിക്കണമെങ്കിൽ അള്ളാഹുവിന് ഒരു തടസ്സവുമില്ല എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അപ്പോൾ ചോദ്യം മാറുന്നു, കഴിവുണ്ടായിട്ടും എന്തുകൊണ്ട് ചിലരെ മാത്രം രക്ഷിച്ചില്ല? ഇവിടെ ഉത്തരം ലോകത്തിൻ്റെ ഉദ്ദേശം എന്നതിലേക്കാണ് പോകുന്നത്. ഈ ലോകം രക്ഷയുടെ വേദിയല്ല, പരീക്ഷയുടെ വേദിയാണ്. ഖുർആൻ തുറന്നു പറയുന്നു, മരണവും ജീവിതവും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. സൂറത്തുൽ അൽ മുൽക്ക് 2. ഈ ലോകം നീതിപൂർണ്ണമായി നടപ്പാക്കുന്ന സ്ഥലമല്ല, എല്ലാവരെയും രക്ഷിക്കുന്ന സ്വർഗവുമല്ല. പരീക്ഷ എഴുതുന്ന ഹാൾ പോലെയാണ്. പരീക്ഷ ഹാളിൽ ചോദ്യങ്ങൾ കഠിനമാകും. എല്ലാവർക്കും ഒരേ ചോദ്യമായിരിക്കുകയില്ല. ചിലർക്ക് ജീവിതം തന്നെ ചോദ്യമാകും. പ്രവാചകന്മാർക്ക് കിട്ടിയ ഏറ്റവും കഠിന പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അതിശയകരമായ ഹദീസുണ്ട്. ഏറ്റവും കഠിനമായ പരീക്ഷകൾ വന്നത് പ്രവാചകന്മാർക്കാണ് എന്ന്. എന്തുകൊണ്ട്? അവർ സത്യത്തിൻ്റെ അത്യുച്ചല നില പ്രതിനിധീകരിച്ചു എന്നതാണ്. മനുഷ്യർക്കുള്ള മാതൃകയായിരുന്നു.
അള്ളാഹു പറഞ്ഞത് സത്യം പറഞ്ഞാൽ രക്ഷപ്പെടുക എന്നല്ല, സത്യം പറഞ്ഞാലും സഹിക്കണം എന്നതാണ്. അവർ കൊല്ലപ്പെട്ടത് പരാജയമല്ല, മറ്റൊരു കണക്കിൽ നോക്കുകയാണെങ്കിൽ അത് വിജയമായിരുന്നു. ഇവിടെ നമ്മൾ മനുഷ്യർ ഒരു തെറ്റ് ചെയ്യുന്നു, കൊല്ലപ്പെട്ടു, തോറ്റു എന്ന് കരുതുന്നു. പക്ഷേ ഇസ്ലാം പറയുന്നു അള്ളാഹുവിൻ്റെ വഴിയിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചവരെന്ന് പറയരുത്. അൽ ബക്ര 154. യഹിയ അലൈഹി ഇസ്ലാം രാജാവിനെ ഭയന്നില്ല, സത്യത്തെ വിട്ടതുമില്ല. ജീവൻ പോയി, പക്ഷേ സത്യം വിജയിച്ചു. രാജാവ് വീണ്ടും ജീവിച്ചു, ആഗ്രഹങ്ങളെല്ലാം നേടി, പക്ഷേ നിത്യനാശം ഏറ്റുവാങ്ങി. ഇവിടെ ആരാണ് വിജയി? അള്ളാഹു അവരെ രക്ഷിച്ചില്ലല്ലോ എന്നല്ല, യഥാർത്ഥത്തിൽ അള്ളാഹു അവരെ രക്ഷിക്കുകയാണ് ചെയ്തത്. ഇത് വളരെ സൂക്ഷ്മമായ ഒരു കാര്യമാണ്. അള്ളാഹു അവരെ അനീതിക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചില്ല, പക്ഷേ നരകത്തിൽ നിന്നും രക്ഷിച്ചു, അപമാനത്തിൽ നിന്നും രക്ഷിച്ചു, സത്യവഞ്ചനയിൽ നിന്നും രക്ഷിച്ചു. ജീവിതം കൊടുത്ത് രക്ഷിക്കുന്ന ചിലരെ മരണം കൊടുത്തുകൊണ്ട് നിത്യജീവിതത്തിലേക്ക് അവരെ രക്ഷിക്കുകയായിരുന്നു. അതാണ് വലിയ രക്ഷ. ഈസാ അലൈഹി ഇസ്ലാമിനെ രക്ഷിച്ചു, മറ്റുള്ളവരെ ഇല്ല. എന്തുകൊണ്ട്? ഇതൊരു സൂക്ഷ്മ ഉത്തരമാണ്. ഓരോ പ്രവാചകനും ഒരേ ദൗത്യമല്ല, ഓരോ ചരിത്ര പങ്കുമല്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവസാന കാലത്ത് വീണ്ടും വരേണ്ട ദൗത്യം അദ്ദേഹത്തിന് ബാക്കിയുണ്ട്. ദജ്ജാലിനെ നശിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും അദ്ദേഹത്തിൻ്റെ ചുമലിലുണ്ട്. അതുകൊണ്ട് തന്നെ സത്യത്തിനായി ജീവൻ കൊടുക്കേണ്ട മാതൃക അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല. ദൗത്യം വ്യത്യസ്തമാണ്, തീരുമാനവും വ്യത്യസ്തമാണ്. ഏറ്റവും ആഴമുള്ള സത്യം, അള്ളാഹു അവരെ രക്ഷിച്ചില്ലെന്ന് തോന്നാം. പക്ഷേ ഒരു ചോദ്യമുണ്ട്, അള്ളാഹു ആരെയാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കേണ്ടത്? സത്യം പറഞ്ഞവനെയോ സത്യത്തെ കൊന്നവനെയോ? പ്രവാചകന്മാർ കുറച്ച് സമയം വേദന അനുഭവിച്ചു, നിത്യവിജയം നേടി. കൊലയാളികൾ കുറച്ച് സമയം സുഖിച്ചു, നിത്യമായ നാശവും വാങ്ങി. നീതി ഇവിടെയല്ല, നീതി ആഗ്രഹത്തിലാണ്. അള്ളാഹു പ്രവാചകന്മാരെ രക്ഷിച്ചില്ല എന്നല്ല, അവരെ ഇങ്ങനെ ഉയർത്തി രക്ഷിച്ചത് മനുഷ്യർക്കുള്ള സന്ദേശമായിട്ടാണ്. സത്യം വിട്ട് ജീവിക്കുന്നതിനേക്കാൾ സത്യത്തിനായി മരിക്കുന്നത് വലിയ വിജയമാണ് എന്നുള്ള പാഠം ജനങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ കൂടിയായിരുന്നു ഇത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ലോകത്തും എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യം പറയുന്നവരെയെല്ലാം കൊന്നു തീർത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരികളായിട്ടുള്ള അധികാരമോഹമുള്ള ആളുകൾ സത്യം പറയുന്നവരെ എല്ലാ കാലത്തും ഇപ്രകാരം തന്നെയായിരുന്നു നേരിട്ടത്. ആ വിഡ്ഢികൾ ചിന്തിച്ചിരുന്നു ഈ ലോകത്തെ ജീവിതം ശാശ്വതമാണ് എന്ന്. നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശം കമൻറ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറിയേക്കാം. നന്ദി.